ഒരിക്കലെങ്കിലും കൊല്ലൂർ മൂകാംബികാ ദേവി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നിങ്ങളെങ്കിൽ അമ്മയെ കാണാൻ കഴിയുന്നത് ഒരു വലിയ പുണ്യമാണ്. നമ്മൾ കൊല്ലൂർ മൂകാംബികാ ദേവി ക്ഷേത്രത്തിലേക്ക് അടുക്കും തോറും മനസ്സിലൊരു പ്രതീക്ഷ നമുക്ക് വളരും. അമ്മയെ കാണാനുള്ള പ്രതീക്ഷ, അമ്മയുടെ മുന്നിൽ നിൽക്കാനുള്ള ആഗ്രഹം, ജീവിതത്തിൽ പറയാൻ പറ്റാതെ പോയ പല കാര്യങ്ങളും, ആരോടും പങ്കുവെക്കാത്ത പല നിമിഷങ്ങൾ, നമ്മുടെ മനസ്സിൽ മാത്രം സൂക്ഷിച്ച ചില പ്രാർത്ഥനകൾ, ഇവയെല്ലാം അമ്മയുടെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്നു. നമ്മൾ ആ പുണ്യഭൂമിയിലെത്തുന്നു. കൊല്ലൂരിലെത്തിയാൽ ആദ്യം മനസ്സിൽ പതിയുന്നത് ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. അവിടെ വലിയ ശബ്ദങ്ങളില്ലെങ്കിലും ഒരു നിശബ്ദതയ്ക്കുള്ളിൽ തന്നെ എന്തോ പറയുന്നത് പോലെ തോന്നും. കാറ്റ് വീശുന്നു, മരങ്ങളുടെ ഇലകൾ ചലിക്കുന്നു, ദൂരെ ക്ഷേത്രമണി മുഴങ്ങുന്നു. ആ നിമിഷത്തിൽ മനസ്സിലറിയാതെ തന്നെ പതുക്കെ പറയും, അമ്മേ, ഞാനിവിടെ എത്തി. പലരും അമ്മയോട് വലിയ വലിയ കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. എൻ്റെ പ്രശ്നങ്ങൾ തീർക്കണമേ, എനിക്ക് വിജയം വേണം, എനിക്ക് പണം വേണം എന്നതിലുപരി ചിലർ ചോദിക്കുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്, അമ്മേ, എൻ്റെ മനസ്സിന് സമാധാനം നൽകണമേ. കാരണം ജീവിതത്തിൽ എല്ലാം ഉണ്ടായാൽ പോലും സമാധാനമില്ലെങ്കിൽ ആ ജീവിതം എത്ര വലുതാണെങ്കിലും എന്ത് പ്രയോജനം? എന്തുകൊണ്ടാണ് അമ്മയുടെ സന്നിധിയിലേക്ക് വരുന്ന പലരുടെയും പ്രാർത്ഥനകൾക്ക് വാക്കുകൾ കുറയുന്നത്? അവരെന്ത് പ്രാർത്ഥിക്കുന്നുവെന്ന് അടുത്ത് നിൽക്കുന്ന ഒരാൾക്കും തന്നെ മനസ്സിലാകുകയില്ല. പക്ഷേ എല്ലാം അറിയുന്ന സർവേശ്വരിയായിട്ടുള്ള മൂകാംബിക ഇതെല്ലാം അറിയുന്നു. അതായിരിക്കാം ഭക്തിയുടെ ഏറ്റവും വലിയ ശക്തി. നമ്മുടെ വാക്കുകൾ കേൾക്കാൻ ആരുമില്ലെന്ന് തോന്നുന്ന സമയത്ത് ഒരു അദൃശ്യമായിട്ടുള്ള കരുതലുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്. കൊല്ലൂരിൻ്റെ ആത്മീയത ഒരുപക്ഷെ അതാണ്. അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാകുന്നതല്ല, പക്ഷേ ആ പ്രശ്നങ്ങൾ നേരിടാനുള്ള മനസ്സിൻ്റെ ശക്തി വലുതാക്കുന്നു. ജീവിതം മാറ്റാൻ ചിലപ്പോൾ ഒരു അത്ഭുതം ആവശ്യമില്ല, ഒരു ചെറിയ പ്രതീക്ഷ മതി, ഒരു ചെറിയ ധൈര്യം മതി, ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു വിശ്വാസം മതി. അമ്മ മൂകാംബികയുടെ സന്നിധിയിൽ നിന്ന് പലരും തിരികെ പോകുന്നത് ആ ഒരു വിശ്വാസത്തോടെ തന്നെയാണ്. പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഉടനെ നടക്കണമെന്നില്ല, ആഗ്രഹിച്ചത് അതേ രൂപത്തിൽ ലഭിക്കണമെന്നുമില്ല. എങ്കിലും തിരികെ പോകുമ്പോൾ മനസ്സിലൊരു സമാധാനമുണ്ടാകും. അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. ആ ഒരു ചിന്ത തന്നെ ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസമായി മാറും. കൊല്ലൂരിലെ സൗപർണികയുടെ തീരത്ത് കുറച്ചു നേരം നിൽക്കുമ്പോൾ ഒഴുകിപ്പോകുന്ന വെള്ളത്തെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ജീവിതവും ഇതുപോലെയാണ്. ചില ദിവസങ്ങളിൽ ഒഴുക്ക് ശാന്തമാകും, ചില ദിവസങ്ങളിൽ ശക്തിയായി മാറും. ചിലപ്പോൾ വഴിയിൽ കല്ലുകളും തടസ്സങ്ങളും ഉണ്ടാകും, എങ്കിലും നദി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതുതന്നെ നമ്മുടെ ജീവിതവും മുന്നോട്ട് പോകണം. തടസ്സങ്ങൾ വന്നാലും വേദനകൾ വന്നാലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകണം. അമ്മയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെന്ന വിശ്വാസത്തോടെ.